പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ജോർജ് മുള്ളർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് വി ഡിസയർ അവർ ഫെയ്ത്ത് ടു ബി സ്ട്രെങ്തൻഡ്, വി ഷുഡ് നോട്ട് സ്ട്രിങ് ഫ്രം ഓപ്പർച്യൂണിറ്റീസ് വെയർ അവർ ഫെയ്ത്ത് മേ ബി ട്രൈഡ് ആൻഡ് ദെയർഫോർ ത്രൂ ട്രയൽ ബി സ്ട്രെങ്തൻഡ്. എന്തുവാ അതിൻ്റെ അർത്ഥം? പരീക്ഷയിൽ കൂടിയും പരീക്ഷണങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയെങ്കിൽ മാത്രമേ നാം ബലപ്പെടുകയേ ഉള്ളൂ. ദൈവമക്കളെ, അങ്ങനെ ബലപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒന്ന് ശക്തിപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിക്കരുത്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 40:8, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ജീവിതം നിന്നെ ഒന്ന് ഞെരുക്കാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? നീ ഒരു റിലീഫിന് വേണ്ടി ആഗ്രഹിക്കുമോ? ഒരു കംഫർട്ടിന് വേണ്ടി ആഗ്രഹിക്കുമോ? അതോ ഒരു എസ്കേപ്പിന് വേണ്ടി ആഗ്രഹിക്കുമോ? ഞാൻ പറയട്ടെ, സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. സംഗതികളെ അത് ഒന്നുകൂടെ മോശമാക്കത്തേ ഉള്ളൂ. നമ്മളൊന്നുകൂടെ ഫ്രസ്ട്രേറ്റഡ് ആകും. കാരണം പലപ്പോഴും വ്യത്യാസങ്ങളൊന്നും വരുന്നത് കാണാൻ ഇടയാകില്ല. തന്നെയുമല്ല, അയ്യോ, ഈ മുള്ളൊന്ന് സഹിക്കാൻ തക്കവണ്ണം ഞാൻ അല്പം കൂടെ ഒന്ന് ശക്തി പ്രാപിച്ചിരുന്നെങ്കിൽ അതായിരുന്നല്ലോ നല്ലതെന്ന് കുഞ്ഞെ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ തോന്നുവാൻ ഇടയാകും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, നമ്മെ വാസ്തവമായി സഹായിക്കാൻ കഴിയാവുന്ന ദൈവത്തിൻ്റെ അടുത്തുനിന്ന് നീ മാറിപ്പോകാൻ ഇടയാകരുത്. ഹബക്കൂക്ക് നമ്മെ 3 സ്പെസിഫിക് ആക്ഷൻസിൽ കൂടി കൊണ്ടുപോകാൻ തക്കവണ്ണം നമ്മെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഹബക്കൂക്ക് 2:2, ഹബക്കൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 2 ഇങ്ങനെ പറയുന്നു, യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കാം. ആദ്യം ഹബക്കൂക്ക് ദൈവത്തെ ചോദ്യം ചോദിച്ചു. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവേ, എത്രത്തോളമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ഇത് അനീതിയല്ലേ ഈ ചെയ്യുന്നത്? അനീതിയല്ലേ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ താൻ ചോദ്യം ചോദിച്ചു. അതിനുശേഷം താൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ദൈവത്തെ ശ്രദ്ധിക്കണമെന്ന് താൻ നിശ്ചയിച്ചു. അങ്ങനെ ചെയ്തു. അതിനുശേഷം ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞ കാര്യമാണ്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചത്? ആദ്യം പറഞ്ഞെന്തുവാ? ദർശനം എഴുതുക. എന്തുകൊണ്ടാണ് ദർശനം എഴുതാൻ പറഞ്ഞത്? ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം, അല്ലേ? റൈറ്റ് ഇറ്റ് ഡൗൺ സോ ദാറ്റ് വെൻ ഐ പ്രൂവ് മൈസെൽഫ് ജസ്റ്റ് ആൻഡ് ട്രൂ എവരി വൺ ക്യാൻ റിമെമ്പർ ദാറ്റ് ഐ ആം എ ഗോഡ് ഓഫ് മൈ വേർഡ്. അതായത് നീ അത് എഴുതി വെച്ചാൽ ഞാൻ നീതിയുള്ളവനാണെന്ന് നിൻ്റെ അടുത്ത് തെളിയിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഓർക്കാൻ പറ്റും, ഞാൻ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാ, വാക്ക് പറഞ്ഞാൽ അത് നിവർത്തിച്ചെടുക്കുന്ന ദൈവമാണെന്ന് മറ്റുള്ളവർക്കൂടെ മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞെ, നിന്നോട് ദൈവം എന്തെങ്കിലും പറയുവാണെങ്കിൽ നീ അത് റെക്കോർഡ് ചെയ്യണം. കാരണം നിൻ്റെ സ്പിരിച്വൽ എനിമി വലിയൊരു എക്സ്പേർട്ടാണ്. സത്യത്തിൻ്റെ വിത്തുകൾ എന്തൊക്കെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നടുവാൻ ആഗ്രഹിക്കുന്നോ അതൊക്കെ അവൻ പെറുക്കിയെടുത്തുകൊണ്ട് പോകും. ഞാൻ നിങ്ങളോട് നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും എൻ്റെ ഭാവിച്ചാനും ഞങ്ങളുടെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തർക്കും തരുന്ന വാഗ്ദത്തങ്ങളൊക്കെ സെപ്പറേറ്റായിട്ട് എഴുതി വെക്കും. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പോട്ടുള്ള വാഗ്ദത്തങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നത് ആ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വന്ന് അതിനകത്തെ ഓരോ വിഷയങ്ങളെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രോമിസ് ചെയ്തതും കർത്താവ് ചെയ്ത് തന്നതും കർത്താവിൻ്റെ പദ്ധതിയിൽ ഞങ്ങൾ എങ്ങനെയായി തീരണമെന്നൊക്കെ കർത്താവ് ആഗ്രഹിക്കുന്നുവോ, കർത്താവിൻ്റെ മനസ്സ് പൊഴിച്ചിട്ട് തരുന്നതാണല്ലോ പ്രവചനം, വരും കാലത്തിലേക്കുള്ളത്. അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ചിലപ്പോൾ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ എന്തൊരു കാര്യമാണ്. പക്ഷേ ദൈവമക്കളെ,
നീ പറയുമായിരിക്കും ഞാനൊരു റൈറ്ററൊന്നുമല്ല ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ. പക്ഷെ ഞാൻ പറയാം, ഇതൊരു നല്ല ഐഡിയ. പ്രൈസ് ഗോഡ്. കാരണം പിന്നീടുള്ള കാലത്തും അത് വായിപ്പാനും ആശ്വാസം പ്രാപിപ്പാനും ബലപ്പെടാനും ഒക്കെ ദൈവം നമ്മെ സഹായിക്കും. മനസ്സിലായല്ലോ? The very act of putting words on a page or screen produces a testimony, seals a memory, and helps hold you accountable. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന മെസ്സേജൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലത് തന്നെ. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഐസായ ചാപ്റ്റർ 40 വേഴ്സസ് 26 ഓൺവേർഡ്സ്, 26 to 31 ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാർ. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറിഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു. യാക്കോബേ, നീ പറയുകയും ഇസ്രായേലിൽ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുവർ, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സ്തോത്രം. പീറ്റർ മാർഷൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സ് ഓ ലോഡ് ദ ഡിസിപ്ലിൻസ് ഓഫ് പേഷ്യൻ, ഫോർ ടു വെയിറ്റ് ഈസ് ഓഫൺ ഹാർഡർ ദാൻ വർക്ക്. പീറ്റർ മാർഷൽ പറയുക, ക്ഷമയോടെ ഇരിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് നീ ശിക്ഷണം തന്ന് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. കാരണം എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിനെ കഴിഞ്ഞും പാടാം, വർക്ക് ചെയ്യാതെ ഒരു ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാലങ്ങളിൽ മിക്കവർക്കും വെയിറ്റ് ചെയ്യാൻ മനസ്സിലാക്കണം. കാരണം എല്ലാവരും ഒന്നാമത്തെ കാര്യം ബിസിയാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ ഹബക്കൂക്ക് വെയിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ കണ്ടു. ഇപ്പോൾ പ്രവാചകനായ യെശയ്യാവ് വെയിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് താമസിക്കത്തില്ല കേട്ടോ, അത് നിശ്ചയമായിട്ടും വരും, വരാതിരിക്കത്തില്ല. അതിനൊരു സമയം വെച്ചിട്ടുണ്ട് ദൈവം. അതിന് അപ്പോയിൻറ്റഡ് ടൈം എന്നാണ് പറയുന്നത്. ദ റെവലേഷൻ എവെയ്റ്റ്സ് ആൻ അപ്പോയിൻറ്റഡ് ടൈം. ഈ അപ്പോയിൻറ്റഡ് ടൈം എന്നുള്ളതിന് അതിൻ്റെ മൂലഭാഷയിൽ, എബ്രായ ഭാഷയിൽ പറയുന്നത് റൈറ്റ് ടൈം, ദ അഫിക്സ് ടൈം, ദ ഡിവൈൻലി ചോസൺ ടൈം ദറ്റ് ഗോഡ് പെർമിറ്റ് സംതിങ് ടു ഹാപ്പൻ എന്നൊക്കെയാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ദൈവം ഒരിക്കലും നേരത്തെയും വരത്തില്ല, താമസിച്ചും വരത്തില്ല. ദൈവം നമ്മുടെ കാര്യം നിവർത്തിച്ച് തരേണ്ടതിന് വേണ്ടി അവൻ വരുന്നത് അറ്റ് ദ റൈറ്റ് ടൈമിലാണ് വരുന്നത്. ചിലപ്പോൾ കുഞ്ഞെ, നീ സ്നേഹിക്കുന്ന ആരെയെങ്കിലും ഓർത്ത്, അവരുടെ ഒരു വിഷയത്തെ ഓർത്ത് നീ കുറേ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അവർ ക്രിസ്തുവിനെ അറിയാത്തവരാണെങ്കിൽ, കർത്താവെ ഒരു ക്രിസ്തുവിനെ അറിയുവാൻ്റെ കൊണ്ട് വിടിയാക്കണമെന്നോർത്ത് നീ പ്രാർത്ഥിച്ച് ക്ഷീണിക്കുന്നുണ്ടായിരിക്കും, ഇല്ലേ? പ്രൈസ് ഗോഡ്. നമ്മൾ തിരുവചനം നോക്കുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് ശേഷം ഒരു ഉദാഹരണം, എക്സാമ്പിൾ ആഫ്റ്റർ എക്സാമ്പിൾ ആഫ്റ്റർ എക്സാമ്പിൾ നമുക്ക് ആൾക്കാരെ കാണാം. ദൈവം തിരഞ്ഞെടുത്തവരെ, അവനോട് അടുത്തിരുന്നവരെ, അവരും വെയിറ്റ് ചെയ്യുന്നത്. ദൈവത്തോട് നാം അതുകൊണ്ട് പുറകോർക്കാൻ പോകരുത്, ദൈവത്തെ കുറ്റം ആരോപിക്കാൻ പോകരുത്. ദൈവം ഒരിക്കൽ മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തെ ഇസ്രയേലിലേക്ക് കൊണ്ടുവരാൻ, എൻ്റെ ഇസ്രയേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ കണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. എന്നിട്ട് മോശയ്ക്ക് ഒരു 40 ഇയർ റോഡ് മാപ്പ്, 40 ഇയർ, 40 വർഷം. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസിനും ക്രിസ്തുയേശുവിനെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടി. അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ അവൻ പറയുക,
കർത്താവ് എന്നെ ഒരു പ്രസംഗിയായിട്ട് വിളിച്ചിരിക്കുക. അതെനിക്ക് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ഓൾ. സുവിശേഷം അറിയിക്കാൻ എനിക്ക് നിർബന്ധം ലഭിച്ചിരിക്കുക. ദിസ് ഈസ് മൈ ഗോഡ് ഗിവൺ സിംഗുലർ പർപ്പസ് ഇൻ ലൈഫ്. ഇത് പിന്നെ അവൻ വെയിറ്റ് ചെയ്തു. 13 വർഷം ആ പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്നതിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ദെൻ ഹീ വെയിറ്റ്സ്. ഓർക്കണേ, ഈ 13 വർഷത്തിന് മുമ്പ് തന്നെ അവൻ പ്രീച്ച് ചെയ്യാനായിട്ട് റെഡിയായി. കർത്താവിൻ്റെ സമയത്ത് ആ അപ്പോയിൻറ്റഡ് ടൈമിൽ കർത്താവ് അവന് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്തു. നമ്മയും അവനങ്ങനെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ, ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ, ഉത്തരങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. വെയിറ്റിംഗ് പീരീഡിൽ ഞങ്ങളുടെ ശക്തി ക്ഷയിക്കുവാനല്ല, ഞങ്ങളുടെ ശക്തി പുതുക്കപ്പെടുവാൻ കർത്താവെ ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.